നമുക്കൊരു ഫ്ലാഷ് ബാക്ക് ആയല്ലോ. 7 വർഷം മുമ്പ് ഓസ്ട്രേലിയയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നപ്പോൾ ഇവിടുത്തെ ഓൾറെഡി സെറ്റിൽഡ് ആയ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ എന്നും ആലോചിക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ എപ്പോഴാണ് നമുക്കും ഒന്ന് പറ്റണേ, അതോ പറ്റുമോ ഒരു വീടൊക്കെ വെച്ച് സെറ്റാകാനെന്ന്. ബൈ ഗോഡ്സ് ഗ്രേസ് ഇവിടെ വന്ന് പഠിത്തവും PR ഒക്കെ ആയിട്ട് ഒരു 4-5 ഇയേഴ്സിനുള്ളിൽ ഒരു വീടും ഞങ്ങൾ വാങ്ങി. 1 ഇയർ എടുത്ത് കസ്റ്റം ബിൽഡ് ചെയ്യാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹെൻലി ബിൽഡേഴ്സിൻ്റെ റെഡി ബിൽഡ് ബ്രാൻഡ് ന്യൂ ഹൗസസ് എന്ന സ്കീമിലാണ് ഈ വീട് സെറ്റ് ചെയ്തത്. ഈ കാണുന്ന പോലെ വാങ്ങിക്കുമ്പം വീടൊരു ബ്ലാങ്ക് സ്ലേറ്റാണ്. പുറത്തും അകത്തും കുറേ അധികം പണി നമ്മൾ തന്നെ ചെയ്യണം. നാട്ടിലെ പോലെ വീട്ടിലെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനും വീട്ടിലെ മരപ്പണിക്കും ലാൻഡ്സ്കേപ്പിങ്ങിനും ഇൻറ്റീരിയർ ഡെക്കറേഷനും ഓരോരോ ആൾക്കാരെ വിളിച്ച് ചെയ്യിക്കാനാണെങ്കിൽ നല്ല രീതിയിൽ വീണ്ടും ക്യാഷ് ഇറങ്ങുന്നുണ്ട്. എല്ലാം നമ്മൾ തന്നെ അങ്ങ് ചെയ്യും. പിന്നെ 2 ആളെ കൊണ്ട് പറ്റില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പിന് ഫ്രണ്ട്സിനും കാണും. പിന്നെ ഓരോരോ മാസങ്ങളായി പയ്യെ വീക്കെൻഡ്സും ഹോളിഡേയ്സും ഒക്കെയുള്ള ടൈമിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇൻസ്പോയൊക്കെ കണ്ട് ഓരോരോ സാധനങ്ങളും വാങ്ങി നമ്മൾ തന്നെ വീട്ടിലെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡെക്കോങ്ങ് ചെയ്യും. ഈ പണിയൊക്കെ ചെയ്യുമ്പം ലേശം ഫിസിക്കൽ ബുദ്ധിമുട്ട്, ആക്ച്വലി ലേശമല്ല കുറച്ചധികം ഫിസിക്കൽ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും മനസ്സിൽ മൊത്തം എക്സൈറ്റ്മെൻ്റ് ആണ്. വീടിൻ്റെ ഓരോരോ കോർണേഴ്സും നമ്മൾ തന്നെ ചെയ്ത് സെറ്റായി വരുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം, എൻ്റെ മോനെ, അത് വേറെ ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ ഏതാണ്ട് 1 വർഷം എടുത്തു ഈ വീട് ശരിക്കും ഞങ്ങളുടെ ഒരു വീടാക്കിയെടുക്കാൻ. ഈ കാണുന്ന പോലെ ഇപ്പോൾ വീക്കെൻഡ്സൊക്കെ വെറുതെ ഈ വീട്ടിലിരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാപ്പിയൊക്കെ കുടിച്ച് വെറുതെ പുറത്തെ ഡെക്കിലിരുന്ന് നമ്മൾ തന്നെ ചെയ്ത പണിയുടെ സൗന്ദര്യം എൻജോയ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ ഹോബി. സോ ഈ വീഡിയോ തരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇപ്പോൾ സ്റ്റുഡൻസായിട്ട് ഓസ്ട്രേലിയയിലേക്ക് വന്ന ആരെങ്കിലും ഇപ്പോഴത്തെ പാർട്ട് ടൈം ജോലിയുടെ കഷ്ടപ്പാടൊക്കെ എന്ന് തീരുമെന്ന് ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ. എവറി പേഴ്സൺ ഹു കെയിം ഹിയർ ടു ഓസ്ട്രേലിയ ഫ്രം ഇന്ത്യ ഹാസ് ബീൻ ഇൻ യുവർ ഷൂസ് അറ്റ് സം പോയിന്റ് ഓഫ് ദെയർ ലൈഫ് and things will change in the years to come. Try your best for that and be happy.